നൽകിയ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജനപക്ഷത്തു നിന്നുമുള്ള ശക്തമായ തീരുമാനങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യാത്ര പൂർണ്ണമായിട്ടും സൗജന്യമാവുകയാണ്. ഈ പദ്ധതി വെറുമൊരു പ്രഖ്യാപനമല്ല, കൃത്യമായ ആസൂത്രണത്തോടെയാണ് സർക്കാർ ഇത് നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള 7 സബ് ക്ലാസ് ബസ്സുകളിലാണ് ഈ സൗജന്യം ലഭ്യമാവുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, പിന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആശ്രയമായ ഗ്രാമവണ്ടികൾ ഉൾപ്പെടെ ആകെ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ഇനി ഒരൊറ്റ രൂപ പോലും നൽകാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ തെക്കൻ ജില്ലകളിൽ 1268ഉം മധ്യ കേരളത്തിൽ 831ഉം വടക്കൻ ജില്ലകളിൽ 828ഉം ഓർഡിനറി ഷെഡ്യൂളുകളാണുള്ളത്. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ഇവയുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകും. ഈ ചരിത്ര മുഹൂർത്തം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രിയദർശിനി എന്ന വലിയൊരു ബ്രാൻഡിംഗ് ആണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. സൗജന്യ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന പേര് രേഖപ്പെടുത്തിയ സ്റ്റിക്കറും പതിക്കും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിഴൽ ചിത്രം ഉൾപ്പെടുന്ന ആകർഷകമായ പ്രത്യേക ലോഗോ ആണ് ഇതിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസൈൻ ചെയ്യാൻ ഡിറ്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ലോഗോകൾ ബസ്സുകളിൽ ഇടം പിടിക്കും. പദ്ധതി സുഗമമായിട്ട് കൊണ്ടുപോകാൻ ജീവനക്കാർക്ക് കൃത്യമായ സർക്കുലറും KSRTC നൽകിയിട്ടുണ്ട്. യാത്ര പൂർണ്ണമായിട്ടും സൗജന്യമാണെങ്കിലും കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ സ്ത്രീകൾ കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ടിക്കറ്റ് നൽകണം. സൗജന്യ യാത്രയില്ലാത്ത ഉയർന്ന ക്ലാസ് ബസ്സുകളിലാണ് സ്ത്രീകൾ കയറുന്നത് എങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇക്കാര്യം കണ്ടക്ടർമാർ മുൻകൂട്ടി അറിയിക്കണം. അതുപോലെ തന്നെ ലഗേജുകളുടെ കാര്യത്തിലും കൃത്യമായ ക്രമീകരണങ്ങൾ സർക്കുലറിലുണ്ട്. ഈ വലിയ വിപ്ലവത്തിന്റെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായിട്ടും സർക്കാർ തന്നെയാണ് വഹിക്കുക. KSRTCയുടെ ദൈനംദിന ചെലവുകൾക്ക് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ മാസം ആദ്യം തന്നെ പണം ലഭ്യമാക്കാനുള്ള ബാങ്ക് ഓവർഡ്രാഫ്റ്റ് സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത്. സർക്കാർ ഗ്യാരണ്ടിയിൽ ബാങ്കുകൾ വഴി ലഭ്യമാകുന്ന ഈ തുകയുടെ പലിശ അടക്കം മാസ അവസാനം സർക്കാർ തന്നെ ബാങ്കിൽ ഒടുക്കും. ഇതൊരു സ്ഥിര സംവിധാനമാക്കുവാനുള്ള ബാങ്ക് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. KSRTCയും സാധാരണക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് VD സതീശൻ സർക്കാർ നടപ്പിലാക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുതിയൊരു നാഴികക്കല്ലാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട.